ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഗലാ സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ നമുക്കൊന്ന് ഗ്ലോബൽ മാർക്കറ്റ് അനലൈസ് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇറാൻ US കോൺഫ്ലിക്റ്റ് ഒന്ന് കൊടുമ്പിരി കൊണ്ടിരുന്നു. ആൻഡ് അതിൻ്റെ ന്യൂസസ് നമ്മുടെ മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ 47 പോയിന്റ് സബ്സൈഡ് ട്രേഡ് ചെയ്യുന്നു. S&P 500ഉം ആൻഡ് നാസ്ഡാക്കും പോസിറ്റീവ്ലി ക്ലോസ് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റ്സ് പോസിറ്റീവ്ലിയാണ് ക്ലോസ് ചെയ്തത്. ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളായ ഗിഫ്റ്റ് നിഫ്റ്റി പരിശോധിക്കുമ്പോൾ 29 പോയിന്റ് സബ്സൈഡിലാണ്. സോ നമുക്കൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ഇതുകൊണ്ട് തന്നെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിക്കി 196 പോയിന്റ് സബ്സൈഡിലാണ്. സ്ട്രൈറ്റ് ടൈംസ് 14 പോയിന്റ് സബ്സൈഡിലും ഹാങ്സൺ 128 പോയിന്റ് സബ്സൈഡിലും തായ്വാൻ വെയിറ്റഡ് 486 പോയിന്റ് സബ്സൈഡിലും, അതായത് 1% അപ്പ് തായ്വാൻ വെയിറ്റഡ് പോകുന്നുണ്ട്. കോസ്പി 5% അപ്പാണ്, 401 പോയിന്റ് സബ്സൈഡിൽ നിൽക്കുകയാണ്. അപ്പം ഡോളർ ഒന്ന് വീക്കൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമ്മുടെ മാർക്കറ്റുകളിൽ ഉണ്ടാവും, ഏഷ്യൻ മാർക്കറ്റ്സ് ഉണ്ടാവും. അതായത് ഡോളർ ഒന്ന് വീക്കൺ ആയാൽ ഓക്കെ, അതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലേക്കൊന്ന് പോകാം. നിഫ്റ്റിയുടെ ലെവൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ആക്റ്റീവായിട്ടുള്ളവർക്കും അറിയാം, നമ്മൾ കറക്റ്റ് അപ്ഡേറ്റുകൾ തരാറുണ്ട്. സോ ഇതുവരെയായിരിക്കും നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. കറക്റ്റ് അപ്ഡേറ്റുകൾ, റിസൾട്ടുകൾ, അതിന് ഞാൻ എടുക്കുന്ന പേഴ്സണൽ സ്റ്റോക്സും എല്ലാം ഞാൻ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല, ജോയിൻ ചെയ്യുക. ആൻഡ് നമ്മുടെ വാട്സാപ്പ് ചാനലും കൂടെ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. കാര്യം ടെലിഗ്രാമിന് ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വാട്സാപ്പ് ചാനലിലേക്ക് നീങ്ങാനാണ്. വാട്സാപ്പ് ചാനൽ ഓൺ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ആൻഡ് കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. സോ രണ്ടും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകാം. നിഫ്റ്റിയിലേക്ക് പോകുമ്പോഴത്തേക്കും നിഫ്റ്റി ഇന്നലെ നമ്മളൊരു സോൺ വരച്ചിട്ടിരുന്നു. അവിടെ മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് സോൺസ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സോ നിലവിലെ അവസ്ഥയിൽ നിങ്ങൾ നോക്കുക, 15 മിനിറ്റ് ചാർട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. 15 മിനിറ്റ് ചാർട്ടിൽ മാർക്കറ്റ് എന്താ സംഭവിക്കുന്നത്? ഒരു ടോട്ടൽ സ്ട്രക്ചർ നമുക്ക് നോക്കാം. അപ്സൈഡ് പോവുകയാണ് ഉണ്ടായത് അല്ലേ? അപ്സൈഡ് പോയി ആൻഡ് അവിടെ നിന്നും സ്റ്റീപ്പായിട്ടൊരു സെല്ലിംഗ് നടന്നു. ഓക്കെ, സ്റ്റീപ്പായിട്ടൊരു സെല്ലിംഗ് നടന്നു ആൻഡ് അവിടെ നിന്ന് റീട്രേസ് ചെയ്ത് അപ്സൈഡ് പോയി. സ്റ്റീപ്പായിട്ടുള്ള സെല്ലിംഗ് നടന്നതെന്ന് പറഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റിലെ കണ്ടീഷൻസ് വെച്ച് സ്റ്റീപ്പായിട്ടൊരു സെല്ലിംഗ് നടന്നു. ആൻഡ് നമുക്കിവിടെ ഒരു മൈനർ ലെവൽ നമുക്ക് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. സോ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന സോൺ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഒരു സിമ്പിൾ സോണ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലെനിക്കൊരു ഭയാനകമായ ഒരു കാര്യം ഇതിലുണ്ട്. ഈ സ്ട്രക്ചർ വർക്കൗട്ട് ആവുകയാണെങ്കിൽ മാർക്കറ്റിന് വളരെയധികം ദോഷമാണ്. ഈ സ്ട്രക്ചർ വർക്കൗട്ട് ആയാൽ മാർക്കറ്റിന് വളരെയധികം ദോഷമാണ്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് സെന്റിമെന്റ്സ് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ ഈ ഒരു സ്ട്രക്ചർ കൊണ്ട് സാധിക്കും. സോ ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകണമെന്നാണ് എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ. ഓക്കെ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് എത്രയും പെട്ടെന്ന് തന്നെ ഈ ലെവലിൽ നിന്നും അപ്സൈഡ് പോകണം. ഇല്ലെങ്കിൽ ടെക്നിക്കലി നമ്മുടെ മാർക്കറ്റിൽ വീക്ക്നെസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ എനിക്ക് എത്രയും പെട്ടെന്ന് മാർക്കറ്റ് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകണമെന്നാണ്. ഓക്കെ, അത് ടെക്നിക്കൽ റീസൺസ് കൊണ്ടാണ്. അത് നമുക്ക് ഭാവിയിൽ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാം. ഓക്കെ, ടെക്നിക്കൽ റീസൺസ് കൊണ്ട് ഈ ഒരു സ്ട്രക്ചർ ഫോർമേഷൻ ഇനി കണ്ടിന്യൂ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു ഇൻറ്റൻഷൻ ഉള്ളത്. ആൻഡ് നമ്മുടെ മാർക്കറ്റ്സ് എത്രയും പെട്ടെന്ന് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് 24,500 ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകണം. ഇല്ലാത്ത പക്ഷം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഒരു ടെക്നിക്കൽ സെന്റിമെന്റ്സ് നെഗറ്റീവിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടായാൽ, അങ്ങനെ ഒരു നെഗറ്റീവ് കണ്ടീഷൻ ഉണ്ടായാൽ വരയ്ക്കേണ്ട ലെവൽസാണ് കണ്ടിരിക്കേണ്ട ലെവൽസ് ഞാൻ വരയ്ക്കുകയാണ്. 23,640, 23,450 ആൻഡ് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആണ്. ഈ ഒരു ഏരിയയും വളരെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആണ്. ഓക്കെ, 23,500 വളരെ ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ആൻഡ് മൈനർ ലെവലായിട്ട് ഇതും കൂടെ വരയ്ക്കും 23,327. സോ ഓക്കെ, അപ്പം ഡിമാൻഡ് സോൺസ് ഞാൻ പബ്ലിക്കലി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞ ഈ സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചർ ഇനി ഡെവലപ്പ് ആവരുത് എന്നാണ് ഞാൻ പേഴ്സണലി കരുതുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ സെല്ലേഴ്സിൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ മാർക്കറ്റ് കൂടുതൽ ബ്രേക്ക് ആവും എന്നായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് മാർക്കറ്റ് ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകണം. ഓക്കെ, അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇനിയും ഈ ഒരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്താലും ഇനി ഇവിടെ വരും തോറും ഓരോ തവണ ഈ ഒരു ഏരിയയിലേക്ക് എത്തും തോറും ഈ ഒരു ഡിമാൻഡ് സോൺ വീക്ക് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അത് വീക്ക് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാര്യം സ്ട്രക്ചറലി ഈ സ്റ്റോക്ക് നമ്മുടെ നിഫ്റ്റി നെഗറ്റീവിലേക്ക് പോകും. സോ എത്രയും പെട്ടെന്ന് തന്നെ മാർക്കറ്റ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ്, അതായത് അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് നമുക്ക് മൈനർലി നിഫ്റ്റി ഇനി ചെയ്യാൻ പോകുന്ന പോസിബിലിറ്റീസ് നോക്കാം. മാർക്കറ്റ് മൈനറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇതാ ഈ ഒരു കൺസോൾട്ടേഷൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു കൺസോൾട്ടേഷൻ്റെ ഉള്ളിൽ മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡ് വരുവാണെങ്കിൽ മൈനർ ലെവലിൽ ഇതൊരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാം. ഏതാണ്ട് 23,930 എന്നുള്ള ഒരു ഏരിയ ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ
ഇനി നമുക്ക് ഈ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് പോയാൽ മൈനർലി മാർക്കറ്റ് ഇന്ന് ഒരു ബുള്ളിഷ് സെന്റിമെന്റ്സിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 23,200 അല്ല 23,250 റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിൽ ഒരു ബയേഴ്സിന്റെ ഇന്റൻഷൻ അപ്സൈഡ് മൗണ്ടിലേക്ക് പോകാനുള്ള ഒരു ബയേഴ്സിലേക്ക് മാർക്കറ്റ് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാം ടെക്നിക്കലി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇതൊരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആയിട്ട് മാത്രം കണക്കാക്കുക. ഓക്കെ, ടോട്ടലി ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആണ്. അങ്ങനെ മാത്രം മനസ്സിൽ കണ്ട് നമ്മുടെ വീഡിയോസ് കാണുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫോക്കസുകളുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ന്യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ഒരുപാട് സ്റ്റോക്കുകളുടെ റിസൾട്ട് വരുന്നുണ്ട്. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്നതാണ്. അസറ്റ് മാനേജ്മെന്റ് കമ്പനി ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. MV ഗ്രോ ഏഞ്ചൽ വൺ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഫെഡ് ബാങ്ക്, GTPL, ഹാത്വേ, HDB ഫിനാൻഷ്യൽ സർവീസ്, ജാന സ്മോൾ ഫിനാൻസ് ബാങ്ക്, സായി സിൽക്സ്, കാലാമന്ദിര, മാംഗ്ലൂർ റിഫൈനറി പെട്രോ കെമിക്കൽസ്, നെറ്റ്വർക്ക് 18, സ്റ്റീൽ സ്ട്രിപ്സ് വീൽസ്, ഇത്രയും കമ്പനികൾ റിസൾട്ട് വരുന്നുണ്ട്. ഇതിൽ പലതും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് പേഴ്സണൽ. വളരെ കൺട്രോൾഡ് ക്വാണ്ടിറ്റിയാണ്, സോ വലിയ ടെൻഷനൊന്നുമില്ല. ക്വാർട്ടർലി ഏർണിംഗ്സ് വിശദീകരിക്കുമ്പോൾ LTTSന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്, റവന്യൂ ഇൻക്രീസ് ഉണ്ട്, ഡോളർ റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ടാറ്റ എലക്സിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട് ആൻഡ് റവന്യൂ ജമ്പും ഉണ്ട്. ARSSBLന്റെ പ്രോഫിറ്റ് റൈസ് ചെയ്തിട്ടുണ്ട്, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കൂടിയിട്ടുണ്ട്. അപ്പം ഹീറോ മോട്ടോകോപ്പ് ഏത് എനർജിയിൽ ഒരു 1000 കോടിയുടെ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആൻഡ് ഹീറോ മോട്ടോകോപ്പ് ഒരു 29.48% സ്റ്റേക്ക് ഏത് എനർജിയിൽ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ള പ്രധാനപ്പെട്ട ന്യൂസ് കമ്പനീസ് കിർലോസ്കർ ബ്രദേഴ്സ് SPP പമ്പ്സ് യുകെയുടെ ഭാഗത്തായിട്ട് സിഗ്നിഫിക്കന്റ് ഓർഡർ സൈൻ ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ പമ്പ്സ് കൊടുക്കാനാണ് 149 കോടിയുടെ ഒരു ഓർഡറാണ് വച്ചിരിക്കുന്നത്. പിന്നെ ഗവൺമെന്റ് ഓഫ് ജാർഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് വലിയ വലിയ ന്യൂസസ് ഒക്കെ ഉള്ളത്. ഞാൻ ഇത്രയും ശ്രദ്ധിക്കുന്ന ന്യൂസസ് ഇതാണ്. ഓക്കെ, അപ്പം സ്റ്റോക്സ് പലരും പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും എന്തൊക്കെയാണ് എന്ന്. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓക്കെ ആയിട്ട് ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ ഇട്ടാണ്. ബയോകോൺ നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ബയോകോൺ സ്ട്രക്ചറലി അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം ബയോകോൺ. ഓക്കെ, 395 ഡിമാൻഡിൽ നിന്ന് മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ബയോകോൺ ഞാൻ അനലൈസ് ചെയ്ത് ഒന്നും കൂടെ ഇടാം. നമുക്ക് മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് എനിക്കൊരു സെല്ലിംഗ് ഉണ്ടാവുമോ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ നോക്കാം എന്താണ് ബയോകോണിൽ നടക്കുന്നതെന്ന് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇന്നലെ IOLCP എന്ന് പറഞ്ഞ സ്റ്റോക്ക് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഹോൾഡ് ചെയ്യുകയാണ്. ചെറിയ സ്റ്റോപ്പ് ലോസിലാണ് എടുത്തത്. 162 പോയിന്റ്സ് അപ്സൈഡ് ഒരു ക്ലോസിംഗ് വന്ന സ്റ്റോപ്പ് ലോസിൽ ചെറിയൊരു ഇതിൽ ഞാനിത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റിലാണ് ഇപ്പം നിലവിൽ. അപ്പം IOLCP അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ ഹോൾഡ് ചെയ്യുന്നത് ഉണ്ട്. പിന്നെ ATGയിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ATGയിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ടോട്ടൽ ക്യാഷ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഹയർ മൂവ്മെന്റ് ഇതുവരെ വന്നിട്ടില്ല. എന്നാലും വെയിറ്റ് ചെയ്യണം. അത്യാവശ്യം നല്ലൊരു സ്ട്രക്ചറിൽ ഞാൻ കാണുന്നുണ്ട് ATGയിൽ. ബാക്കി സ്റ്റോക്സ് എല്ലാം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ലൈവ് മാർക്കറ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ മനാക്സിയ കോട്ട് എന്ന് പറഞ്ഞ കമ്പനി നമുക്ക് അറിയാമായിരിക്കും. മനാക്സിയ അലൂമിനിയം കമ്പനിയല്ല, മനാക്സിയ കോട്ടാണ്. ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നമുക്ക് തപ്പാം. മനാക്സിയ കോട്ടർ സ്റ്റീൽസ് ഇത് നമ്മൾ വാട്സാപ്പിൽ ഡിസ്കസ് ചെയ്തതാണ്. അതായത് നമ്മൾ ടെലിഗ്രാം ബാൻ ചെയ്തപ്പോൾ നമ്മൾ വാട്സാപ്പ് ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ്. 114 അടുപ്പിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തു. അതിൻ്റെ പുൾ ബാക്ക് കിട്ടി 104 വരെ. ആൻഡ് അതിനുശേഷം മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകാൻ എൻ്റെ ടാർഗറ്റ് 172 ആണ്. ഞാൻ അതുവരെയൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യും. ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാൻ, പക്ഷേ അതിന് അത്രയും നല്ല പ്രോഫിറ്റ് കിട്ടും. നല്ല പെർസെൻറ്റേജ് പ്രോഫിറ്റ് എടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോക്സ് എല്ലാം ഉണ്ട്. ഇപ്പം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല, ജോയിൻ ചെയ്യുക. എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.